എന്താണ് ഗോപാലപിള്ളി പ്രഭാത പേര്? അടുക്കള റൊമാൻസ് ആണോ? അടുത്തേക്ക് വരാമോ? എന്താ സ്വാമി പറഞ്ഞത്? എന്നെ പറ്റി വല്ലതാണെങ്കിലേ എന്റെ മട്ടങ്ങ് മാറുവേ. അയ്യോ, കൊണ്ടോ റൊമാൻസ് എന്ന് കേട്ടപ്പോഴേക്കും അമ്മുവിന്റെ മുഖം അങ്ങ് ചോന്നല്ലോ. ഞാൻ ഓപ്പണാ ചൊല്ലട്ടുമാ, ഇപ്പൊ നല്ല അന്നക്കിളി പോലെ ഇരിക്കുന്നുണ്ട്. അന്നക്കിളി തെരിയുമാ? എറந்து പോയ എന്നോട് വൈഫ് ജഗത്ത്. അതായത് അമ്മു സ്വാമിയുടെ വൈഫ് പോലെ ഇരിക്കുന്നെന്ന്. എന്താ പറഞ്ഞത്? என்ன அப்படியா சொன்ன கோபாலபிள்ளை? சுத்த அசம்பந்தம். ஒன்னு பார்க்க ஒரு வேலைக்காரி மாதிரி இல்ல, அன்னக்கிளி போல இருக்குன்னு சொன்னேன். அதுல என்ன மிஸ்டேக்? சத்தியம் தானே? ஆமா, இது என்ன காஃபியோ? நம்ம எஸ்டேட்ல காஃபியோட டேஸ்ட் இப்ப எப்படி இருக்கு? അത് എപ്പോഴും ഒരുപോലെ തന്നെ സ്വാമി. സ്വാമിക്ക് വേണേൽ ഒരു കപ്പ് കാപ്പിക്ക് പറയാം. എന്നാ ചുടാ ഒരു കപ്പ് കാപ്പി അമ്മുവിന്റെ കയ്യിൽ എനിക്കും കൂടാ. സ്വാമി ഈ പ്രായത്തിലും ആളൊരു ശിങ്കാരവേലം തന്നെ. கரெக்ட். கோபாலபிள்ளை சொன்னதுதான் கரெக்ட். என் வைஃப் இல்லே ஜெகதம் இந்த மாதிரி தான் பேச்சு. இந்த மாதிரி ഇങ്ങനെ തന്നെ പറയും. സ്വാമി അറിഞ്ഞില്ലേ ദേവിക്കുഞ്ഞിനെ കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കിയെന്ന്? ഇനിയിപ്പോ സ്ഥിരതാമസത്തിന് വന്നിരിക്കുക. എന്താണാവോ കാര്യം? സമയം രാഹുകാലം, വിഷയം മർമ്മ രഹസ്യം. ഞാൻ ഈ നാട്ടുകാരനെ അല്ല. ഞാനും. ഇനിയിപ്പോ കല്യാണം കഴിച്ച് അയക്കാൻ പോകണത്രേ. அப்படியா? நிஜமா இது நிஜமா? இந்த பேபி குழந்தைக்கு கல்யாணம் நடக்கும் என்பது நிஜமா? அம்மு போயாச்சா? സൗദാമിനി ഇരിക്കൂ. നീ ഇപ്പോൾ എന്തിനാണ് ഇവിടെ വന്നത്? ഈ ചേട്ടനേക്കാൾ വാശിയുള്ളവളാണ് നീ എന്നാണ് ഞാൻ വിചാരിച്ചത്. നീ ഒരിക്കലും ഈ പടികേറി വരില്ലെന്ന് ഞാൻ വിചാരിച്ചു. നാണവും മാനവും ഇല്ലാത്തവർക്ക് എന്തുമാകാം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ? അവൾ വന്ന കാര്യം പറയട്ടെ. സൗദാമിനി ഇപ്പോഴെന്താ ഇങ്ങോട്ട്? ചേച്ചി, ഇനി എനിക്ക് ബന്ധുവായിട്ട് ഒരാൾ ഈ ചേട്ടൻ മാത്രമേ ഉള്ളൂ. അത് ഇപ്പോഴാണ് നിനക്ക് തോന്നിയത്? എന്തായാലും വന്ന കാര്യം പറയട്ടെ. ബേബി പഠിപ്പ് നിർത്തി. എമ്മാതിരി കാണിച്ചതിന് കോളേജിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയതാണ്. അമ്മയുടെ മകളല്ലേ, ആ യോഗ്യത കാണിക്കാതിരിക്കുമോ? അന്വേഷിക്കുന്നില്ലെങ്കിലും ഞങ്ങളൊന്നും അറിയുന്നില്ലെന്ന് കരുതണ്ട. ഇനിയും ഇതിനെ വിട്ടാൽ എന്റെ മകൾ നശിച്ചു പോകും ചേട്ടാ. അതുകൊണ്ട് നേരത്തെ നശിച്ച നീയാണോടി മകളുടെ നാശത്തിൽ ഉൾക്കൊണ്ടപ്പെടുന്നത്? അതെ ചേട്ടാ, ആ നാശത്തിൽ നിന്നും എന്റെ മകളെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം. അല്ലെങ്കിൽ ഞാൻ മഹാപാപിയായി പോകും. അതിന് ഞാനെന്ത് വേണമെന്നാ പറയുന്നത്? എന്റെ മകളെ ആർക്കെങ്കിലും ഒന്ന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ചേട്ടൻ സഹായിക്കണം. എന്ന് വെച്ചാൽ ഞാൻ പോയി നിന്റെ മകൾക്ക് വിവാഹം നടത്തണമെന്ന്? നിന്നെ നിന്റെ മകളെയും കുറിച്ച് ആരോട് നീ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് മാനക്കെടാം. നീ നിന്റെ ഒരു മകളും മിണ്ടരുത്. ഓടാണ് പറഞ്ഞത്. ശ്യാമയ്യർ, ഇവിടെ ക്യാഷ് ഉള്ള ഇരിപ്പുണ്ടോ? എനിക്കൊരു 10,000 രൂപ വേണമല്ലോ. ക്യാഷ് വേണമാ ചെക്ക് പോതുമാ? എനിക്ക് ക്യാഷാണ് ആവശ്യം അറിഞ്ഞൂടെ? അറിയാം അതിനുകൂടെ ക്യാഷ് ഉണ്ടല്ലോ. ആര് പറഞ്ഞു ക്യാഷ് ഇല്ലെന്ന്? ക്യാഷ് ഇருக்கு. എന്താ കണക്കൊക്കെ ശരിയാക്കിയോ? അടുത്ത ആഴ്ച ഓഡിറ്റ് വരുന്നുണ്ട്. വരട്ടും. കണക്കെല്ലാം ഓക്കെ പണിക്കൊണ്ടിരിക്കണു. ഗോപാലപിള്ള, എന്തോ മുതലാളി പറഞ്ഞത് കേട്ടില്ലേ നീ? കേട്ടു. അടുത്ത വാരം ഓഡിറ്റർ വരുന്നു. അതന്നെ വരട്ടും. അവന്റെ പെരിയപ്പ വന്നാലും നമ്മുടെ കണക്കെല്ലാം ഓക്കെ. ഭൂമിശാസ്ത്രം പോലെ തെരുമാനക്ക് ആകുന്നു. நிஜமா இது நிஜமா? இந்த ஃபெர்டிலைசர் வாங்க 10 lakhs ஆவது நிஜமா?
എന്തിനാ സിദ്ധയ്യ ആ കാറ് കാണുമ്പോഴൊക്കെ ഇങ്ങനെ തുപ്പുന്നത്? ആ രാജശേഖര മുതലാളിയോട് നിനക്ക് എന്താ ഇത്ര വിരോധം? വിരോധമോ? അത് അവനും എനിക്കും അറിയാം. അത് തന്നെയാ ചോദിച്ചത്. ഇപ്പൊ എന്റെ ദേഷ്യം എനിക്ക് അങ്ങനെ തീർക്കാൻ കഴിയൂ. എപ്പോഴെങ്കിലും എനിക്ക് ശക്തി കിട്ടിയെങ്കിൽ. ഹലോ, ബേബി ഹിയർ. ഞാൻ രമേശാണ്. രമേഷോ, എങ്ങനെ ഇവിടെ എത്തി? എനിക്കിവിടെ ബന്ധുവീടുണ്ട്. കൂട്ടത്തിൽ നിന്നെയും കാണാന്ന് കരുതി. ഐ സീ. ഞാനിവിടെ വിക്ടോറിയ പാർക്കിൽ കാത്തു നിൽക്കാം. ഉടനെ വരണം. ഓക്കെ, ഞാനിതാ വരുന്നു. ഓക്കെ. ഡ്രൈവർ വണ്ടി എടുക്ക. അമ്മയോടും ചോദിക്കട്ടെ. എന്തിന്? അമ്മയോട് ചോദിച്ചിട്ട് കാർ എടുക്കാവൂന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നോട് വണ്ടി എടുക്കാനല്ലേ പറഞ്ഞത്? നിവൃത്തിയില്ല കുഞ്ഞെ. എങ്കിലാ താക്കോലും എടുക്ക. അയ്യോ, അത് തരാൻ പറ്റില്ല കുഞ്ഞെ. എടുക്കണം താക്കോല്. കൊച്ചമ്മേ, ക്ഷമിക്കണം. ഇങ്ങനെ തല്ല് വാങ്ങിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പോകുന്നു. ഹായ് ബേബി. ഹലോ. ഹലോ രമേഷ്. രമേഷിന്റെ ഫോൺ വന്നപ്പോൾ ഞാനിങ്ങോട്ട് പറക്കുകയായിരുന്നു. അതെന്താ? എന്റെ വീട്ടിൽ എനിക്ക് ജീവിക്കാൻ വയ്യ. വീട്ടിലെന്ത് സംഭവിച്ചു? വീട്ടിൽ ഞാൻ ജയിൽ ശിക്ഷ അനുഭവിക്കാണ്. ആരെങ്കിലും ഈ പ്രായത്തിൽ വീട്ടിൽ പോയി സ്ഥിരതാമസമാക്കുമോ? ബോറടിക്കില്ലേ? ബോറടിക്കാൻ മാത്രമല്ല, എന്റെ മനസ്സിനും തീരെ സുഖമില്ല രമേഷ്. അതിന് മരുന്നുണ്ട്. എന്താണിത്? ഐ വിൽ ഷോ യു. ജാതകം വെക്കുമെങ്കിൽ കല്യാണം ഉടനെ നടത്തണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നല്ലൊരു മുഹൂർത്തം നോക്കി ഉടനെ തന്നെ വിവാഹം നടത്തിക്കളയാം. യു നോ, ബേബി ഈസ് എ വെരി നൈസ് ഗേൾ. ആരും ഇഷ്ടപ്പെട്ടു പോകും. എന്നാ പെരുമാറ്റം, എന്നാ ക്യാരക്ടർ. ആൻഡ് ഷീ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ആൾസോ. ആ, മോൾ എവിടെ കാണുന്നില്ലല്ലോ. ഞങ്ങൾക്ക് ഉടനെ പോണം. ഒരു കൂട്ടുകാരിയെ കാണാൻ പോയതാ. ഉടനെ വരും. ആ, അവൾ തന്നെ വരുന്നെന്ന് തോന്നുന്നു. ബേബി, ഞങ്ങൾ പിന്നീട് ഒരിക്കൽ വരാം. യു ക്യാരി ഓൺ. ഓക്കെ, ബൈ. ബൈ. ഇതായിരിക്കും നിങ്ങളുടെ മകള് അല്ലേ? ഓ, നിങ്ങൾ എന്നെ കാണാൻ വന്നതാണോ? മകളെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 5 ലക്ഷം അല്ല 10 ലക്ഷം രൂപ എന്നാലും ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ട. മനസ്സിലായോ? വരൂ സരസ്വതി. അയ്യോ, ഞാൻ சொல்றது കളങ്കോ. റിയലി ഐ ആം വെരി സോറി. ഇത് എന്നോ അബദ്ധം പറ്റിയതാണ്. തിരിച്ചു വരൂ പ്ലീസ്, പ്ലീസ്. മോളെ, അവരിവിടെ വന്ന എന്തിനാണെന്ന് അറിയാമോ? അറിയാം. എന്റെ കല്യാണം ആലോചിക്കാനല്ലേ. ആ കാര്യത്തിൽ എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. കാരണം ഞാൻ ആ വക ബന്ധങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോ നീ ഈ കുടുംബം നശിപ്പിച്ച് അടങ്ങുമെന്നാണല്ലേ? അമ്മ നാശത്തെപ്പറ്റി മകളോട് പറയുന്നു. ഈ കുതിരയാണ് ഈ നാശം മുഴുവൻ ഇവിടെ വരുത്തി വെച്ചത്. നീ എന്നെങ്ങനെ ശിക്ഷിക്കുന്നതിന്റെ അർത്ഥം എന്ത്? അതെനിക്ക് പറയണം. ഈ വീട്ടിൽ ശിക്ഷ അനുഭവിക്കുന്ന ഞാൻ ഒരുത്തിയാണ്. എനിക്കിവിടെ അച്ഛനമ്മയുണ്ടോ? ഒരന്യപ്പോലാണ് ഞാനിവിടെ കഴിഞ്ഞുകൂടുന്നത്. എന്തിനു നീ എങ്ങനെ കഴിഞ്ഞുകൂടണം? അതിനെനിക്ക് മറുപടി പറയാൻ വയ്യ. എന്തുകൊണ്ട്? നിങ്ങളെന്റെ അമ്മയായിപ്പോയി, അതുകൊണ്ട്. ആ ബന്ധം സാരമില്ല. പറയൂ, എനിക്കതറിയണം. ഞാൻ പറയില്ല. എടി, പറയാതെ നിന്നെ ഞാൻ വിടില്ല.
അമ്മ സ്വന്തം മനസ്സിനോട് ചോദിച്ചാ മതി, മറുപടി കിട്ടും.